എപ്സ്റ്റീൻ ഫയലുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏകദേശം 30 ലക്ഷത്തോളം പേജുകൾ വരുന്ന ഈ ഫയലുകൾ ലോക പ്രശസ്തരായ പല വ്യക്തികളുടെയും പേരുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. രാഷ്ട്രീയ പ്രമുഖരെ തകർക്കാൻ വേണ്ടി ഇത് വ്യാജരേഖകൾ തിരുത്തി കയറ്റിയിട്ടുണ്ടെന്നും ചിലർ വാദിക്കുന്നുണ്ട്. ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, സോറൻ മദാനിയുടെ അമ്മ മീര നായർ, ജോർജ് ബുഷ് സീനിയർ തുടങ്ങിയ പേരുകൾ ഇതിൽ പരാമർശിക്കപ്പെടുന്നു. ജോർജ് ബുഷ് സീനിയർ ഒരാളെ പീഡിപ്പിക്കുകയും പിന്നീട് അയാളെ കൊന്ന് മാംസം ഭക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതുപോലുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ പേരുകളും ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിനെതിരെ മമതാ ബാനർജി പ്രസ്താവന നടത്തുകയും ചെയ്തു. ആദ്യമേ തന്നെ ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്നും ഈ ഫയലുകളിൽ ഇവരെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നും നമുക്ക് നോക്കാം. ദിസ് ഈസ് അശ്വിൻ M3S ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ജെഫ്രി എപ്സ്റ്റീൻ ഒരു ഫിനാൻസിയർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇയാളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. ഇയാൾക്ക് വ്യക്തമായ ഒരു ബിസിനസ് മോഡൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉന്നത ബന്ധങ്ങളുള്ള ഇയാൾ പ്രമുഖർക്ക് പെൺകുട്ടികൾ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നുവെന്നും വലിയ പാർട്ടികൾ വഴി നേതാക്കൾക്കിടയിൽ ബന്ധങ്ങളുണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഈ എപ്സ്റ്റീൻ ഫയലുകൾ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പല പേരുകളും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഫയലുകളിൽ നൂറുകണക്കിന് തവണ ട്രംപിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്. FBI പട്ടികയിൽ ട്രംപിനെതിരെ ലൈംഗിക ആരോപണങ്ങളുള്ളതായി പറയപ്പെടുന്നു. പ്രശസ്ത ഇന്ത്യൻ വംശജയായ സംവിധായക മീര നായർ കുപ്രസിദ്ധ സെക്സ് ട്രാഫിക്കറായ ഗിസ്ലൈൻ മാക്സ്വെലിൻ്റെ വീട്ടിൽ പാർട്ടിയിൽ പങ്കെടുക്കുന്നതായി ആരോപിക്കപ്പെടുന്നു. ജെഫ്രി എപ്സ്റ്റീൻ്റെ വലങ്കയായിരുന്നു ഈ മാക്സ്വെൽ. ബിൽ ഗേറ്റ്സ് റഷ്യൻ പെൺകുട്ടികളോട് താല്പര്യമുണ്ടായിരുന്നുവെന്നും പല സ്ത്രീകളുമായുള്ള ബന്ധം കാരണം അദ്ദേഹത്തിന് ലൈംഗിക രോഗം ബാധിച്ചുവെന്നും ആരോപണമുണ്ട്. രോഗം തൻ്റെ ഭാര്യയെ അറിയിക്കാതിരിക്കാൻ എപ്സ്റ്റീനോട് അദ്ദേഹം പ്രത്യേക മരുന്നുകൾ ആവശ്യപ്പെട്ടുവെന്നും ഇമെയിലുകൾ പറയപ്പെടുന്നു. എന്നാൽ ബിൽ ഗേറ്റ്സ് ഈ ആരോപണങ്ങളെ നിഷേധിച്ചിട്ടുണ്ട്. 2017 മോദി ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്ന് എപ്സ്റ്റീൻ ഒരു ഇമെയിൽ എഴുതിയതായി പറയപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇത് പ്രധാനമന്ത്രിയെ അപമാനിക്കാനുള്ള വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് അവർ പ്രതികരിച്ചു. ഇതിനെ തുടർന്ന് മോദി രാജിവെക്കണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എപ്സ്റ്റീൻ്റെ ദ്വീപിലെ പാർട്ടികളെക്കുറിച്ച് മസ്ക് അന്വേഷിക്കുന്നതായി ഇമെയിലുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ ഫയലുകൾ പുറത്തു കൊണ്ടുവരാൻ താനാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചതെന്നും തനിക്ക് അത്തരം കാര്യങ്ങൾക്കായി എപ്സ്റ്റീൻ്റെ സഹായം ആവശ്യമില്ലെന്നാണ് എലോൺ മസ്ക് മറുപടി നൽകിയിട്ടുള്ളത്. അവസാനമായി ജോർജ് ബുഷ് സീനിയർ. ഏറ്റവും ഞെട്ടിക്കുന്ന ആരോപണം ഇദ്ദേഹത്തിനെതിരെയാണ്. ഒരാളെ പീഡിപ്പിച്ചുവെന്നും ആചാരപരമായ ബലികർമ്മങ്ങളുടെ ഭാഗമായി കുട്ടികളെ കൊല്ലുകയും മനുഷ്യമാംസം ഭക്ഷിക്കുകയും ചെയ്തുവെന്നാണ് പ്രചരിക്കുന്ന രേഖകൾ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പലരും കരുതുന്നത് ഇതെല്ലാം ഇല്ലുമിനാറ്റി അല്ലെങ്കിൽ സ്കൾസ് ആൻഡ് ബോൺസ് പോലുള്ള രഹസ്യ സംഘടനകളുടെ പ്രവർത്തനമാണെന്നാണ്. ഇത്തരം എലൈറ്റ് ഗ്രൂപ്പുകൾ വിചിത്രമായ ആചാരങ്ങൾ നടത്താറുണ്ടെന്ന് പറയപ്പെടുന്നു. എപ്സ്റ്റീൻ സത്യത്തിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ഒരു പാവയായിരിക്കുമെന്നും ലോക നേതാക്കളെ കെണിയിൽ വീഴ്ത്തി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇയാളെ ഉപയോഗിച്ചതെന്നും ചില സിദ്ധാന്തങ്ങൾ പറയുന്നു. എപ്സ്റ്റീൻ ജയിലിൽ മരിച്ചതും അനേകം സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വ്യക്തികൾ കുറ്റക്കാരാണെന്നല്ല ഇതിനർത്ഥം. പുറത്തു വന്ന ഫയലുകൾ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉള്ളതെന്നും അതിനോടുള്ള അവരുടെ പ്രതികരണവും എന്താണെന്നുമാണ് ഞാനിവിടെ വിവരിച്ചത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴ്ന്ന് കമൻറ്റ് ചെയ്തേര്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. അതുവരെ സൂക്ഷിച്ചിരിക്കുക. ബൈ ബൈ.